KH ജെറീഷ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കേട്ടോ, ഇപ്പോൾ യോഗമല്ലാതെ പോയില്ലേ. ഇപ്പം ഞാനും സിനിമയും തമ്മിലുള്ള ബന്ധം തരുന്നു, റിലീസിൻ്റെ അത് സിനിമയാണ്, അതാണ് ഒരു ബന്ധം, വേറെ ഒരു ബന്ധമില്ല. അത് നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് സിനിമ കാണാറുണ്ടായിരുന്നില്ല, TV കാണാറുണ്ടായിരുന്നില്ല. പഠിത്തം കഴിഞ്ഞുള്ള ഒരു അഡിക്ഷൻ. സിനിമ കാണാൻ മീൻസ് അങ്ങനെ റെഗുലറായിട്ട് കാണാറില്ല. ഇന്ത്യയിൽ പഠിച്ചിട്ട് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ജോലി ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളത് അനങ്ങാൻ വേണ്ടി ഭയങ്കര മസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെന്താ നിങ്ങൾ കുഴപ്പം? ഇനിയിപ്പോൾ എന്നെ ഇഷ്ടപ്പെടായിട്ടാണോ? ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിക്കാനൊന്നുമില്ലല്ലോ, ഒരു ക്ലാസ് എടുക്കാനല്ലേ അല്ലേ? നീ ബുദ്ധിച്ചിരിക്കുകയാണ് കണ്ണടയ്ക്ക് വെച്ചിട്ട്. നിന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം, അടിപൊളിയായിട്ട്. നിന്റെ ഷർട്ട് ഞാൻ നേരത്തെ പറയണം എന്ന് ഓർത്തിരുന്ന ഇതേ കളറിൽ എനിക്കൊരു ഷർട്ടുണ്ട്. ഞാനെങ്ങാനും അതിട്ടാണെന്ന് വന്നിരുന്നില്ല. വരാത്തല്ലേ? നമ്മൾ ഈ കല്യാണ വീട്ടിൽ വെള്ള ഷർട്ട് ഇട്ട് പോയാലുള്ള അവസ്ഥയല്ലേ? കുറേ പേരുണ്ടാവും വെള്ള ഷർട്ട് ഇട്ട്. സപ്ലൈ ചെയ്യുന്നവന്മാരുണ്ടോ വെള്ള ഷർട്ട്? എങ്ങനെയുണ്ടോ അറിയുള്ളൂ. എന്താ പേര്? സാറിൻ്റെ പേരെന്താ? ആൻറ്റി. വെരി ഗുഡ്. എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ പറയാത്ത പറ്റില്ല, അസൂയോണ്ടാണ്. ഇത്രയും നല്ലൊരു ഹെയർ സ്റ്റൈലോട് വേറെ ആർക്കും എനിക്കും. ഇത് വെട്ടാൻ കാര്യം പറയാറുണ്ട് അധ്യാപകർ, പാരൻസ്. അങ്ങനെ പറഞ്ഞാൽ അവരെ കൈയും കാലം പിടിച്ചിട്ടായാലും ഇത് വെട്ടണം. കാരണം ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കും. അപ്പം അതുവരെ നമുക്ക് നിലർത്തി കൊണ്ടുപോകും. ഗ്രൂമിങ് അടിപൊളിയാണ്, വെരി ഗുഡ്. നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്, പക്ഷെ ഉള്ളിലൊരു പേടി. പിന്നെ ആരും നിർബന്ധിച്ച് വന്നതാണ് ക്ലാസ്സിൽ. ഈ ഇവിടുത്തെ ഈ സ്വാശ്രയ സംഘത്തിൻ്റെ ആൾക്കാർ പ്ലീസ് വരൂ എന്നൊക്കെ നമുക്ക് കൊണ്ടുവന്നാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ഭാവിക്ക് വേണ്ടി. നല്ല ശരിയാണ് എനർജി. ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്. 1, അഡ്വൈസ്, ഉപദേശം. ഇഷ്ടമുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? പഠിച്ചിട്ടൊരു ജോലിയൊക്കെ കിട്ടണ്ടേ? എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നാണ് സ്കൂളിൽ പോയത്. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഉപദേശം. അന്നൊന്നും വിടാൻ ചെരുപ്പില്ലായിരുന്നു. ഒരു ഡ്രസ്സ് ഇങ്ങനെ വെറുതെ പറഞ്ഞോ, ഒരു കഷ്ടപ്പാടും എനിക്കുണ്ടായില്ല. ഞാൻ അറിഞ്ഞിട്ട് പോലും. പിന്നെ എന്താണ് ഇതുണ്ടല്ലോ, ഈ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കറിയാം. ഒരു ഡ്രസ്സ് അലക്കി ഉണക്കി പിറ്റേ ദിവസം രാവിലെ ഇട്ട് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അവർക്ക്. ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ നടന്നാൽ പറ്റും. ഈ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിന്നെ കണ്ടാലറിയാം. എൻ്റെ കണ്ണുകളിൽ ആ സ്പാർക്ക് ഉണ്ടല്ലോ, അതാണ് എന്നെ കാണാതെ ആവശ്യം. നീ ഇങ്ങനെ ആയപ്പോൾ നീ കോഴിക്കോട് കളക്ടറാവുന്ന ആള്. എന്താണ് പേര്? മാനവ് IAS. ആലോചിച്ച് ഇങ്ങനെ പറയുന്നതാണ് ഉദ്ദേശം. ഇഷ്ടമുണ്ടോ? ഇല്ല. അതെനിക്ക് മനസ്സിലായി. നേരത്തെ നിങ്ങളെ AEO സാറിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തലയെ താഴ്ത്തിയിരുന്നത്. അതിനകത്ത് കുറേ ഉപദേശം ഉണ്ടല്ലോ. 2, എന്താണ് പേര്? എഴുന്നേറ്റ് ഒരു കാര്യം ചോദിക്കുമ്പോൾ എഴുന്നേറ്റിക്കല്ല വേണ്ടത്. ഇതെന്താ തമാശ വിചാരിച്ചു? എവിടെയാണ് വീട്? ഏത് സ്കൂളാണ് പഠിച്ചത്? ഈ പരിപാടിയുടെ പേരാണ് ക്വസ്റ്റ്യൻ, ചോദ്യം. ഇഷ്ടമല്ലല്ലോ, ഇതേ പറഞ്ഞാണ് ഇതൊന്ന് കൊട്ടേഷൻ കൊടുക്കരുത്. നമ്മളൊക്കെ ജെൻസി പിള്ളേരാണ്, ആൽഫ ജനറേഷൻ. ക്വസ്റ്റ്യൻ ഇഷ്ടമുണ്ടോ? ചിലവർക്ക് ഞാൻ ചില ടെക്സ്റ്റൈൽസിലൊക്കെ കണ്ടല്ലോ, പേര് ചിലപ്പോൾ ഒരു പെൺകുട്ടി വന്നു. എന്താ വേണ്ടത്? കല്യാണ സമയത്ത് ഞാൻ ചോദിക്കും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്താ വേണ്ടത്? പർപ്പസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മളവിടെ വന്നത്. അപ്പോൾ ചോദിക്കേണ്ട എന്താണ്? ഇൻട്രോഗേഷന് പകരം ഇൻട്രാക്ഷനാണ് വേണ്ടത്. അതായത് ചോദ്യങ്ങളല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഒരാളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? എന്നോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? അല്ല, പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും മറ്റേ ആൾക്ക് എന്താണ്? പിന്നെ ചില ആൾക്കാരുണ്ട്, ചിലരുടെ പേഴ്സണൽ വിശേഷങ്ങൾ ഇങ്ങനെ പേടി തപ്പിപ്പിടിച്ച് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കരുത്. എന്താ നമുക്ക് അതുകൊണ്ട് പോകണം? അതുകൊണ്ട് വല്ല കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ ഇഷ്ടമാണ്. 3ാമതാണ് ഏറ്റവും വലിയ കാര്യം. 3ാമത്തെ ഭയങ്കര പ്രശ്നമാണ്. എന്താണ് പേര്? ശബ്ദത്തിൽ പറയാം. ഇതാണ് കമാൻഡ്. കല്ല് ഇരുന്നോട്ടോ, ചുമ്മാണ്.
അവനെന്നെ കൊന്നു തിന്നുള്ള ദേഷ്യം. കമാൻഡ്, കൽപ്പിക്കൽ ഇഷ്ടമുണ്ടോ? ഇല്ല. അഡ്വൈസ് ഇഷ്ടമല്ല, ക്വസ്റ്റ്യൻ ഇഷ്ടമല്ല, കമാൻഡ് ഇഷ്ടമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ റിസൾട്ട് വന്ന സമയമാണെങ്കിൽ പാസ്സായോ? ഇപ്പോൾ പാസ്സായോ? ഇല്ല. എത്ര A+ ഉണ്ട്? അപ്പോൾ 9 A+. അപ്പോൾ അയാൾ 9 ഉള്ളൂ. പിറ്റേ ദിവസം അയാളെ കണ്ട്, വീണ്ടും കണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എത്ര A+ ഉണ്ട്? അപ്പോൾ നമ്മൾ 10 ഉണ്ട്. 10 ഉള്ളൂ. അയാൾക്ക് അറിയില്ല 10 ഉള്ളൂ, എന്നാലും ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി +2 കഴിഞ്ഞാൽ ഡിഗ്രിക്കൊന്നും പോയില്ലേ? ഇനി ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ PSC ഒന്നും എഴുതാറില്ലേ? ആളുകൾക്കൊരു ധാരണയുണ്ട് PSC എഴുതിയാൽ എല്ലാം തീർന്നു എന്നാണ്. PSC കിട്ടിയാലും എല്ലാം തീർന്നു എന്നാണ് കുറേ പേരുടെ ധാരണ. ഞാൻ PSC എഴുതി കിട്ടിയിട്ട് പോവാത്ത ആളാണ്. ഞാൻ ശക്തമായ തീരുമാനമെടുത്തു പോകണ്ട. പക്ഷേ കോവിഡ് കാലത്ത് എനിക്ക് ചില ആൾക്കാരുടെ അസൂയ പോയി. അന്ന് ഏറ്റവും സുഖിച്ച് ജീവിച്ചത് അവരാണ്. അല്ല, നമുക്കും കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കല്ലേ, വഴിയുണ്ടാവും കേട്ടോ. ഒരു 30 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാം, അപ്പോഴത്തേക്ക് നമുക്ക് സെറ്റാവും. പേരെന്താണ്? അത് 9th-ലാണ് 10th-ലാണ്. നീ നന്നായി പഠിക്കുന്നു, ഞാൻ കണ്ടല്ല. പഠിക്കൂലേ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സ് അല്ലേ? ഇത്രയും കാലം ക്ലാസ് എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു കിട്ടാണ് വിജയിച്ചത്. ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത്. അത്യാവശ്യമൊക്കെ പറഞ്ഞാൽ കിട്ടും. അതിൽ മെന്റലിസം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്ത് നോക്കിയാലോ? പിന്നെ ഞാൻ അതിന് വന്നാണ്. ഉച്ചയ്ക്ക് ക്ലാസ് എടുത്ത് പോയിട്ട് കോഴിക്കോട് സൈബർ പാർക്ക് കുറേ പരിപാടികളാണ്. നീ വിഷമിക്കല്ലേ? എനിക്ക് കോഴ്സ് ജോലിയൊക്കെ ഞാൻ ചെയ്യും. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. നീ എന്നെ വിളിച്ചാൽ ഞാൻ വാങ്ങിച്ചു തരിച്ചു. ഞാനങ്ങനെ ഒരുപാട് പേർക്ക് പണി വാങ്ങിച്ചു കൊടുത്തു. പണി വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി, ഇന്നലത്തെ എൻ്റെ ജോലി എന്താ? എനിക്ക് ഓരോ ദിവസം ഓരോ ജോലി. ഇന്നലത്തെ എൻ്റെ ജോലി എന്താണെന്നറിയാം? പ്രധാനപ്പെട്ട കേരളത്തിൽ ഓപ്പറേഷൻസ് ഉള്ള 3 ഇലക്ട്രോണിക്സ് കമ്പനികളുടെ സ്റ്റാഫിനെ സെലക്ട് ചെയ്തായിരുന്നു ഇന്നലത്തെ എൻ്റെ ജോലി. മീൻസ് ഇൻ്റർവ്യൂ. ഇനി അടുത്ത ആഴ്ച എൻ്റെ ജോലി ഉണ്ടാവും. ഞാൻ ഇന്നലെ സെലക്ട് ചെയ്തില്ലേ, ഞാൻ തന്നെ അവരെ ട്രെയിൻ ചെയ്യും. എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയൊക്കെ നിൽക്കണം, അത് കാര്യം അതാണ് എൻ്റെ പണി വാങ്ങിച്ചത്. ചുമ്മാ പറഞ്ഞല്ല, സത്യസന്ധമായിട്ട്. നിങ്ങളെ കണ്ടാലറിയാം പാവല. ഈ മണാശ്ശേരി ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ വർഷം മുന്നേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ MAMO കോളേജിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട്. KMCT, അവരുടെ നഴ്സിംഗ് കോളേജ്, പിന്നെ അവരുടെ